ഏവർക്കും എക്കോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റിപ്പയറിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കേടുവന്ന ഒരു ട്യൂബ് ലൈറ്റ് ഉണ്ട്. ദേ ഈ കാണുന്ന പോലെ ഇത് നമ്മുടെ ഡ്യൂട്ടൺ എന്ന് പറയുന്നൊരു കമ്പനിയുടെ ട്യൂബ് ലൈറ്റാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഔട്ട്ലെറ്റ് പ്ലഗ് ഇൻ ചെയ്ത് കാട്ടിത്തരാം. കണ്ടില്ലേ, നമുക്ക് ഇവിടെ ഔട്ട്പുട്ടൊന്നും കിട്ടുന്നില്ല. ചെറുതായിട്ട് നമ്മുടെ ലൈറ്റ് ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്ത് പോകുന്നുണ്ട്. അത് വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയുന്നില്ല, പക്ഷേ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സർക്യൂട്ട് ഇതിലേക്ക് പോകുന്ന ആ ഒരു സ്വിച്ചിൻ്റെ ഇത് ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു കേസിങ്ങിൽ ഇത് ഇവിടെ നമുക്ക് ഒരു ക്യാപ്പ് പോലൊരു സാധനം കാണാൻ സാധിക്കും. ആ ക്യാപ്പ് നമുക്ക് ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്യാപ്പ് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലോക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു സ്ക്വയർ ബോക്സിൻ്റെ ഉള്ളിൽ ലോക്ക്. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് വല്ല സ്ക്രൂ ഡ്രൈവേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഒന്ന് തോണ്ടി പറഞ്ഞാൽ നമുക്കിത് പുറത്തേക്ക് ചാടി വരുന്നതാണ്. അപ്പോൾ ഞാനിത് അഴിച്ച് കാട്ടിത്തരാം. അപ്പോൾ നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമുക്കതിൻ്റെ കോണ്ടാക്റ്റുകൾ ടെർമിനൽ കാണാൻ സാധിക്കും. ഇത് രണ്ട് സൈഡ് അഴിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിപ്പോൾ ഞാൻ ഈ സൈഡ് അഴിച്ച് നോക്കിയപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു കോണ്ടാക്റ്റ് വരുന്നുണ്ട്. അതായത് ഇവിടെ ഒരു ചുവപ്പും വൈറ്റും വയർ നമുക്ക് കാണാൻ സാധിക്കും. റെഡ് കളർ വയർ വന്നിട്ട് നമ്മുടെ ഡ്രൈവറിലോട്ട് നിന്ന് വരുന്ന പ്ലസ്സും, വൈറ്റ് കളർ വയർ നമ്മുടെ ഡ്രൈവറിൽ നിന്ന് വരുന്ന മൈനസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രൈമറി ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ഈ ഒരു കേസിംഗ് ഒന്ന് റിമൂവ് ചെയ്യാം. കേസിംഗ് റിമൂവ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഫുൾ സ്ട്രക്ചർ കാണാൻ സാധിക്കും. അതിലിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഈ ഒരു റെഡിൻ്റെ അവിടെയുള്ള സോൾഡറിങ്ങും ഈ ഒരു വൈറ്റിൻ്റെ അവിടെയുള്ള സോൾഡറിങ്ങും കറക്റ്റാണോ നോക്കുക. അതാണ് പ്രൈമറി ആയിട്ട് നോക്കേണ്ടത്. ചിലത് ഈ സോൾഡറിങ് വിട്ടു പോകുന്ന ഒരു പ്രശ്നം കാട്ടുന്നുണ്ട്. അപ്പോൾ അത് പ്രൈമറി ആയിട്ടുള്ളൊരു ഡിഫക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തതായി നോക്കേണ്ടത് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സപ്ലൈ വോൾട്ടേജ് വരുന്നുണ്ടോ. അതായത് ഈ പ്ലസ്സിലും മൈനസിലോട്ടും കറക്റ്റ് ഡ്രൈവറിൻ്റെ സപ്ലൈ വോൾട്ടേജ് വരുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി നമുക്ക് ഒരു മൾട്ടിമീറ്റർ ആവശ്യമാണ്. അപ്പോൾ മൾട്ടിമീറ്റർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം മൾട്ടിമീറ്ററിൽ ഉപയോഗിക്കേണ്ട മോഡ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് നമുക്ക് DC വോൾട്ടേജ് അളക്കാനുള്ള മോഡുണ്ട്. അപ്പോൾ DC 200 വോൾട്ടിൻ്റെ റേഞ്ചിൽ നമ്മൾ മൾട്ടിമീറ്റർ സെറ്റ് ചെയ്യണം. ഇതിലേക്ക് വരുന്ന സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 105 വോൾട്ട് DC ആണ്. DC 105 വോൾട്ടാണ് നമ്മുടെ ഈ മൊത്തം LED സ്ട്രിപ്പിലോട്ട്. ഇത് ഒറ്റ സ്ട്രിപ്പാണ്, നമുക്ക് ഈ കാണുന്ന പോലെ ഒറ്റ സ്ട്രിപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ മൊത്തം സ്ട്രിപ്പിലോട്ട് വരുന്ന ആ ഒരു സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ DC 105 വോൾട്ടാണ്. അപ്പോൾ നമ്മൾ 200 വോൾട്ടിൻ്റെ റേഞ്ചിലിട്ടതിന് ശേഷം നമ്മൾ AC നമ്മൾ ഇതിലേക്ക് സപ്ലൈ കൊടുത്തു നമ്മുടെ ട്യൂബ് ലൈറ്റിലോട്ട്. എന്നിട്ട് സ്വിച്ച് ഓൺ ആക്കുക. അതിനുശേഷം ഒരു ചെറുതായിട്ട്, അതായത് ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു രീതിയിൽ നമ്മുടെ ലൈറ്റ് ഇവിടെ ഗ്ലോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു, ചെറുതായിട്ടൊരു രീതിയിൽ. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മൾട്ടിമീറ്റർ കൊണ്ട് നമുക്ക് ആ ചുവപ്പും വെളുപ്പും വയറിൽ നമ്മുടെ വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യാം. ചുവപ്പ് പ്ലസ്സും വൈറ്റ് മൈനസുമാണ് വരിക. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മൾട്ടിമീറ്റർ എളുപ്പം കാണാൻ വേണ്ടി അങ്ങനെ വയ്ക്കാം. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വോൾട്ടേജ് എത്ര വരുന്നുണ്ട് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 104.8 105 പക്ക വോൾട്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഡ്രൈവർക്ക് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡ്രൈവർ സർക്യൂട്ടുണ്ട്. 220 വോൾട്ട് AC-നെ നമുക്ക് 105 വോൾട്ട് DC ആക്കുന്നൊരു സർക്യൂട്ട്. ആ സർക്യൂട്ടിന് കേടുപാടുകളൊന്നുമില്ല. അപ്പോൾ ഇതിൽ കേടുപാടുകൾ വരാൻ സാധ്യതയുള്ളത് നമ്മുടെ ഈ ഒരു LED സ്ട്രിപ്പിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ LEDകൾക്കായിരിക്കും മിക്കവാറും നമുക്ക് കേടുണ്ടാവുക. അപ്പോൾ ആ LED കണ്ടുപിടിക്കലാണ് നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫാൾട്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആകെപ്പാട് ആവശ്യമുള്ളത് ഒരു വയറിൻ്റെ പീസാണ്. അതായത് ഒരു വയറിനെ ഞാനിപ്പോൾ രണ്ട് സൈഡ് സ്ലീവ് വളഞ്ഞിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ ഈ ഓരോ LED-കളുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഈ വയർ പീസ് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ
ഒരു പെട്ടെന്ന് ഏതെങ്കിലും ഒരു ബൾബിൻ്റെ പോയിന്റിൽ നമുക്ക് ആ ഒരു LED സെറ്റ് ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ? അതായത് ഈ ഒരു LED ബഞ്ച്, ഈ ഒരു 4 LED ബഞ്ചിൽ നമ്മൾ അത് ഒഴികെ ബാക്കിയെല്ലാം കത്തുന്നുണ്ട്. കറക്റ്റായിട്ട് പ്ലേസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ മൊത്തത്തിലുള്ള വ്യൂ കാട്ടിത്തരാം. നമ്മുടെ ഇപ്പോൾ LED സ്ട്രിപ്പ് മൊത്തത്തിൽ നമ്മുടെ ഇപ്പോൾ കത്താൻ തുടങ്ങി. പക്ഷേ ഈ ഒരു 4 LED ഒഴികെയാണ് കത്തുന്നത്. അതായത് ഈ ഒരു 4 ഒരു ബഞ്ചായിട്ടാണ് കത്തുന്നത്. കണ്ടില്ലേ? ഈ നാല് LED എവിടെ ഷോർട്ട് ചെയ്താലും നമുക്ക് മൊത്തത്തിലുള്ള നമ്മുടെ സെറ്റ് കത്തുന്നുണ്ട്. ഈ ഒരു 4 LED ആണ് അപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ളത്. ഞാനിതിൽ കേടുവന്ന ആ ഒരു ബൾബുകൾ മാർക്ക് ചെയ്ത് വെച്ചായിരുന്നു. അതവിടെ ഒരു 4 ബൾബ് മാർക്ക് ചെയ്ത് വെച്ചായിരുന്നു. ഈ ബൾബ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ബൾബ് നമുക്ക് മാർക്കറ്റിൽ കിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് കേടുവന്ന ഒരു CFL ബൾബ്, അതായത് LED മോഡൽ CFL ബൾബിലുണ്ടല്ലോ, അപ്പോൾ ആ ഒരു CFL മോഡൽ LED ബൾബാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലത്തെ ആ ക്യാപ്പ് എടുത്തു കളഞ്ഞു. ഇനി ഇതൊന്നൊരു 4 LED ലൈറ്റ് നമുക്ക് എടുത്തിട്ട് ഡീസോൾഡർ ചെയ്തെടുത്ത് ഇതിൻ്റെ ഈ ഒരു സ്ഥാനത്ത് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു 4 ബൾബ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഇതിന്ന് ഡിസ്മാൻറ്റിൽ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിന്ന് നമുക്ക് ഡീസോൾഡർ ചെയ്ത് 4 ലൈറ്റ് എടുക്കണം. പക്ഷേ എടുക്കുന്ന ലൈറ്റ് പക്കാ കണ്ടീഷനാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിനു മുമ്പ് അത് നമുക്ക് നോക്കാൻ വേണ്ടി ഇതിൽ നമ്മൾ മൾട്ടിമീറ്റർ ഇട്ട് ടെസ്റ്റ് ചെയ്യണം, ഇതിൽ ഏതിലൊക്കെ കണ്ടിന്യൂറ്റി വരുന്നുണ്ട് എന്ന്. അത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഈ ഒരു മാറ്റാൻ പോകുന്നതിൽ ഏതൊക്കെ നമുക്ക് നല്ലതുണ്ട് എന്നറിയാൻ വേണ്ടി നമുക്ക് ഒരേപോലെയുള്ള, അതായത് ഈ ഒരേ ഡയറക്ഷനിലുള്ളൊരു 4 ബൾബ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ മൾട്ടിമീറ്ററിൽ ഇടേണ്ട സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബസറിൻ്റെ ചിഹ്നം കണ്ടല്ലോ, കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്ന ആ ഒരു മോഡിലാണ് നമ്മൾ ഇടുന്നത്. എന്നിട്ട് നമ്മൾ നമ്മുടെ 2 ടെസ്റ്റ് പ്രോബുകൾ എടുത്തു. ടെസ്റ്റ് പ്രോബുകൾ എടുത്തതിന് ശേഷം ഈ LED അക്രോസ് ആയിട്ട്, അതായത് അതിൻ്റെ പ്ലസ്സും മൈനസും തിരിച്ചറിയാൻ പാകത്തിൽ നമ്മൾ ഇതൊന്ന് മുട്ടിച്ചു കൊടുത്ത് നോക്കുക. ഇതിപ്പോൾ പ്ലസ്സും മൈനസും കറക്റ്റ് ആയിരിക്കില്ല, അതുകൊണ്ടായിരിക്കും അത് ലൈറ്റ് കത്താത്തത്. ഇനി ഒന്ന് പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് നോക്കാം. ചെറുതായിട്ട് നമ്മുടെ LED ഗ്ലോ ചെയ്യുന്നുണ്ട്. ഇതേപോലെ നമുക്ക് 4 LED ആണ് വേണ്ടത്. അപ്പോൾ 4 നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു 4 പക്ക കണ്ടീഷനാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു 4 ഡീസോൾഡർ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു 4 ഇനി നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്കിത് ചൂടാക്കിയിട്ട് ഡീസോൾഡർ ചെയ്തെടുക്കാം. ലൈറ്റർ ഉപയോഗിച്ച് ബാക്ക് സൈഡിൽ ചൂടാക്കിയിട്ടാണ് നമുക്ക് ഡീസോൾഡർ ചെയ്തെടുക്കേണ്ടത്. അതല്ലെങ്കിൽ സോൾഡറിങ്ങിൽ അത്യാവശ്യം പ്രാവീണ്യമുള്ളവരാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഡീസോൾഡർ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല വൃത്തിക്ക് എനിക്ക് 4 LED അതിന് വേർപെടുത്തി എടുത്തിട്ടുണ്ട്. കുറച്ച് പണി പെട്ടു, പക്ഷേ ഒരു ഹീറ്റ് ഗൺ ഉണ്ടെങ്കിൽ പണി എളുപ്പമായി തന്നെ. അതില്ലാത്ത കാരണമാണ് ഈ ഒരു കുറച്ച് പണി എടുക്കേണ്ടി വന്നത്. നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ നേരത്തുള്ള ആ ഒരു LED സ്ട്രിപ്പ് ഉണ്ടല്ലോ, ട്യൂബ് ലൈറ്റിൽ LED സ്ട്രിപ്പായിട്ടാണല്ലോ. അപ്പോൾ ആ LED സ്ട്രിപ്പത്തെയും നമ്മൾ 4 വേർപെടുത്തി എടുത്തായിരുന്നു, നേരത്തെ തന്നെ എടുത്തായിരുന്നു. പിന്നെ ഇതിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഇതിൽ പ്ലസ്സും മൈനസും എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ, ഈ ഒരു LED മലർത്തിയിടുമ്പോൾ ഒരു ഭാഗത്ത് കുറച്ച് നീളം കൂടുതലുണ്ട്, അതായത് വീതി കുറച്ച് കൂടുതലുണ്ട്. ഒരു ഭാഗം കുറച്ച് വീതി കുറവുമാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീതി കൂടിയ ഭാഗം ഉണ്ടല്ലോ, വീതി കൂടിയ ഭാഗം മൈനസും കുറഞ്ഞ ഭാഗം പ്ലസ്സുമാണ്. അടുത്ത നമ്മുടെ പണിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ സോൾഡറിങ് തിരിച്ച് ചെയ്ത് പിടിപ്പിക്കണമല്ലോ. ഇതാണ് നമ്മുടെ LED മോഡ്യൂളുകൾ. അപ്പോൾ ഇത് ചെയ്ത് പിടിപ്പിക്കാൻ നമുക്ക് കുറച്ച് ലെഡ് അവിടെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ഈ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു LED ഡ്രൈവ് നമ്മുടെ ഈ ഒരു സ്ട്രിപ്പിലോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സോൾഡർ ചെയ്യുമ്പോൾ അത്യാവശ്യം കെയർഫുള്ളായിട്ട് സോൾഡർ ചെയ്യണം. പ്ലസ്സും മൈനസും നോക്കി സോൾഡർ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക.
അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞു നമ്മുടെ. ഇങ്ങനെ നമുക്ക് ഒരു 4 എണ്ണം ഇങ്ങനെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 4 എണ്ണം ചെയ്തിട്ട് ഞാൻ വീഡിയോ അവിടെ പോസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനൽ കട്ടിൽ നോക്കാം. അപ്പോൾ നമ്മളിവിടെ നമുക്ക് അറിയണ പോലെയൊക്കെ നമ്മളിവിടെ സോൾഡറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സോൾഡറിങ് ചെയ്ത ഭാഗം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് കാണാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ സോൾഡറിങ് ചെയ്ത് വെച്ച ഭാഗം. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ടെസ്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ പ്ലാൻ സക്സസ് ആയി, വിക്ടറി. എന്താ പറഞ്ഞാൽ നമ്മുടെ എല്ലാ ലൈറ്റും ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, വൃത്തിയായിട്ട് തന്നെ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാം. ഇവിടെ നിന്നാണ് നമ്മൾ ട്യൂബ് ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫുൾ സെറ്റ് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഫസ്റ്റ് ടൈപ്പ് മാത്രമാണ്. അതായത് ഇതിപ്പോൾ നമ്മൾ LED റീപ്ലേസിംഗ് ആണ് ഇപ്പോൾ ഇവിടെ ചെയ്തത്. ഇതല്ലാതെ തന്നെ നമുക്ക് ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ നമുക്കിതിൻ്റെ ഡ്രൈവർ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് പാർട്ട് 2 പറഞ്ഞിട്ടൊരു വീഡിയോയ്ക്ക് ഇടാൻ നമുക്കൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പാർട്ട് 2 വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക. വീഡിയോ ഇതുവരെ കണ്ടതിലും താങ്ക്സ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.